യോഹന്നാൻ 12:48 പറയുന്നു, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. സത്യത്തെ ആത്മനിഷ്ഠമായി കണക്കാക്കുകയും ധാർമ്മിക നിലവാരങ്ങൾ നിരന്തരം മാറുകയും ചെയ്യുന്ന ഒരു കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ ഉറച്ചതും മാറ്റമില്ലാത്തതുമായി നിലകൊള്ളുന്നു. നമ്മെ വിധിക്കുന്നത് ജനകീയ അഭിപ്രായമോ സാംസ്കാരിക മാനദണ്ഡങ്ങളോ വ്യക്തിപരമായ വികാരങ്ങളോ അല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അനേകർ യേശുവിനെ വെറുപ്പോടെയല്ല, മറിച്ച് അവൻ്റെ വാക്കുകൾ അവഗണിക്കുകയോ പുനർനിർവചിക്കുകയോ ചെയ്തുകൊണ്ട് നിരസിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പാപം, നീതി, മാനസാന്തരം, രക്ഷയിലേക്കുള്ള ഇടുങ്ങിയ പാത എന്നിവയെക്കുറിച്ച് അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ ആളുകൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. എന്നിട്ടും യേശു വ്യക്തമാക്കുന്നു, അവന്റെ വചനം ന്യായവിധിയുടെ മാനദണ്ഡമാണ്. ബൈബിൾ ഒരു ഐച്ഛിക ഉപദേശമല്ല, അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ലോകം ഇപ്പോൾ തിരുവെഴുത്തുകളെ അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ അവസാന ദിവസം എല്ലാ മുട്ടുകളും മടങ്ങും. അവന്റെ വചനം അന്തിമ അധികാരമായി നിലകൊള്ളും. നമ്മുടെ ജീവിതത്തെ അവന്റെ വചനവുമായി നാം പൊരുത്തപ്പെടുത്തുകയാണോ, അതോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ യേശുവിനെ സൂക്ഷ്മമായി പുനർനിർമ്മിക്കുകയാണോ? അതനുസരിക്കാൻ വേണ്ടിയാണോ നാം തിരുവെഴുത്ത് വായിക്കുന്നത്, അതോ സുഖം പ്രാപിക്കാൻ വേണ്ടിയാണോ? ക്രിസ്തുവിന്റെ വചനം നമ്മിൽ സമൃദ്ധമായി വസിക്കട്ടെ. കേൾവിക്കാരൻ മാത്രമല്ല, വചനം പ്രവർത്തിക്കുന്നവനായിരിക്കുക. ഇന്ന് നമുക്ക് ജീവൻ നൽകുന്ന അതേ വചനം ഒരു ദിവസം നമ്മുടെ ന്യായാധിപനാകും.